ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ വിജയൻ കുട്ടു. അതായത് ഇപ്പോൾ ഇവിടെ പറയുന്നത് ഈ വർഷത്തെ, അതായത് 2024 ഏപ്രിൽ മാസത്തെ വിഷുഫലം, അതായത് 1199 ആണ്ട് ഉള്ള വിഷുഫലമാണ് പറയുന്നത്. 1199 ആണ്ട് മലയാള വർഷം, അതുപോലെ തന്നെ 2024 ഇംഗ്ലീഷ് വർഷം. ഇതിലത്തെ വിഷുഫലമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. വിഷുഫലത്തിൽ കുംഭശനി, അതായത് കുംഭൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനി, മേടവ്യാഴം, മേടൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം, കൊല്ലവർഷം 1199 മീനമാസം 31, അതായത് മീനമാസം 31 ശനിയാഴ്ച ഉദയായി, അതായത് ഉദയത്തിന് ശേഷം 36 നാഴികയും 6 വിനാഴിയും, 36 നാഴികയും 6 വിനാഴിയും, ഉദയത്തിന് ശേഷം 36 നാഴികയും 6 വിനാഴിയും ചെന്നതിന് ശേഷമാണ് മീനത്തിൽ നിന്നും, അതായത് മീനമാസമാണ്, മീനരാശിയിൽ നിന്നും സൂര്യൻ മേടൻ രാശിയിലേക്ക് അതായത് സൂര്യൻ പറഞ്ഞ രവി സംക്രമിക്കുന്നത്. അപ്പം മേഷ വിഷു സംക്രമം എന്ന് പറയും. മേടരാശിയിൽ സൂര്യൻ പ്രവേശിക്കുന്ന സമയത്തിനെ അടിസ്ഥാനപരമാക്കിയിട്ടാണ് വിഷുഫലം പറയുന്നത്. അപ്പോൾ മേടൻ രാശിയിലേക്ക് മീനൻ രാശിയിൽ നിന്നും മേടൻ രാശിയിലേക്ക് മാറുന്നത്, അതായത് സൂര്യൻ മാറുന്നത് മീനമാസം 31-ാം തീയതി 36 നാഴിക, ഉദയത്തിന് ശേഷം 36 നാഴികയും 6 വിനാഴിയും, അതായത് ശനിയാഴ്ച. അതായത് സമയം നമുക്ക് IST സമയം പറയുകയാണെങ്കിൽ രാത്രി 8:22 രാത്രി 8:22 വരുന്നത്. അപ്പോൾ ആ സമയത്ത് മകീര നക്ഷത്രമാണ് വരുന്നത്. മകീര നക്ഷത്രത്തിലാണ് ചന്ദ്രൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. മകീര നക്ഷത്രത്തിലാണ്. ശുക്ലപക്ഷ ഷഷ്ടി പറഞ്ഞ വെളുത്ത പക്ഷം, അതായത് കറുത്ത ബാബിന് ശേഷമുള്ള ഷഷ്ടി, 6ാമത്തെ ദിവസം ഷഷ്ടി തിഥിയും പന്നികരണവും, കരണം വന്നിട്ട് പന്നികരണമാണ്. ശോഭനനാമ നിത്യയോഗവും നല്ലതാണ്. പന്നികരണവും ശോഭനനാമ നിത്യയോഗവും കൂടിയ മിഥുനക്കൂറ്റിൽ, അതായത് മിഥുനൻ രാശിയിലാണ് ചന്ദ്രൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം മിഥുനക്കൂറ്റിൽ തുലാ ലഗ്ന സമുച്ചയത്തിൽ, അതായത് ആ സമയത്ത് ഉദിച്ചു വരുന്ന ലഗ്നം എന്ന് പറയുന്നത് തുലാ ലഗ്നമാണ്. അപ്പോൾ തുലാ ലഗ്ന സമുച്ചയത്തിൽ അഗ്നി ഭൂതോദയം കൊണ്ട്, ഭൂതോദയം പറഞ്ഞാൽ ആ സമയത്തുള്ള ഭൂതം ഏതാണ് ചോദിച്ചു പറഞ്ഞാൽ അഗ്നിയാണ്. അഗ്നി ഭൂതോദയത്തിൽ മേഷ വിഷു സംക്രമം, അതായത് വിഷു സംക്രമം വരുന്നത് ഈ സമയത്താണ് എന്നുള്ളതാണ് പറയുന്നത്. ആ സമയത്ത് തുലാ ലഗ്നമാണ് ഉദിച്ചു വരുന്ന ലഗ്നം എന്ന് പറയുന്നത്. ആ തുലാ ലഗ്ന പ്രകാരം തന്നെ ഗ്രഹസ്ഥിതി ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തുലാ ലഗ്നത്തിന്റെ 3-ാം ഭാവത്തിൽ ഗുളികനാണ് നിൽക്കുന്നത്. 3-ാം ഭാവത്തിൽ വ്യാഴക്ഷേത്രത്തിൽ ഗുളികനാണ് നിൽക്കുന്നത്. 5-ാം ഭാവത്തിൽ ചൊവ്വയും ശനിയും കൂടി നിൽക്കുന്നുണ്ട്. 5-ാം ഭാവത്തിൽ, അതായത് കുംഭൻ രാശിയിൽ ശനിയും ചൊവ്വയും കൂടി നിൽക്കുന്നുണ്ട്. 6-ാം ഭാവത്തിൽ നിൽക്കുന്നത് സൂര്യനും ബുധനും ശുക്രനും രാഹുവുമാണ് നിൽക്കുന്നത്, അതായത് മീനൻ രാശിയിൽ. മേടൻ രാശിയിൽ 7-ാം ഭാവത്തിൽ നിൽക്കുന്നത് വ്യാഴമാണ്. 9-ാം ഭാവത്തിൽ മിഥുനൻ രാശിയിൽ നിൽക്കുന്നത് ചന്ദ്രനും. കന്നിരാശി 12-ാം ഭാവത്തിൽ നിൽക്കുന്നത് കേതുവുമാണ് നിൽക്കുന്നത്. അപ്പൊ ഇവിടെ ഈ രാശിപ്രകാരം നോക്കുമ്പോൾ വ്യാഴത്തിന്റെ ഇഷ്ടസ്ഥിതി നല്ല തന്നെയാണ്. അതായത് ലഗ്നാൽ 7-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നുണ്ട്. വ്യാഴം ലഗ്നത്തിന് വീക്ഷിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ 11-ാം ഭാവത്തിനെ വീക്ഷിക്കുന്നുണ്ട് വ്യാഴം. അതുകൂടാതെ 3-ാം ഭാവത്തിനെയും വീക്ഷിക്കുന്നുണ്ട് വ്യാഴം വീക്ഷിക്കുന്നത് പറഞ്ഞാൽ ദൃഷ്ടി ചെയ്യുന്ന ഓരോരോ ദിക്കുകളിനെ പറയുന്നത്. 11-ാം ഭാവത്തിലേക്കും അതുപോലെ ലഗ്നത്തിലേക്കും 3-ാം ഭാവത്തിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ലഗ്നം എന്ന് പറയുന്നത് തുലാ ലഗ്നമാണ്. തുലാ ലഗ്നത്തിന്റെ അധിപൻ ശുക്രനാണ്. ശുക്രൻ 8-ാം ഭാവം, അതായത് 8-ാം ഭാവം പറഞ്ഞാൽ ഇടവൻ രാശി 8ാം ഭാവം ഏറ്റെടുത്തുകൊണ്ട്, ലഗ്നാധിപൻ 8ാം ഭാവം അഷ്ടമസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് 6ാം ഭാവമായ
അനിഷ്ടസ്ഥാനമായിട്ടുള്ള മീനൻ രാശിയിൽ ഉച്ചസ്ഥനായിട്ടാണ് നിൽക്കുന്നത്. സൂര്യനോടൊപ്പം ബുധനോടൊപ്പം രാഹുവിനോടൊപ്പം ഉച്ചസ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ എന്താന്ന് വെച്ച് പറഞ്ഞാൽ ലഗ്നാധിപൻ അഷ്ടമസ്ഥാനം നാശസ്ഥാനമാണ്. സർവപ്രണാസോ വിപദോ അപവാദോ കേതുപ്രദേശോ മരണസ്യ ദാസ മടാദ്യം ഗതാച്ച വിഘ്ന എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ സർവപ്രണാസോ, അപ്പോൾ സർവ്വവസ്തുക്കളുടെയും നാശങ്ങൾ ഉണ്ടാകും എന്നൊക്കെയാണ് ഈ പറയുന്നത്. അതായത് സർവ്വവസ്തുക്കളുടെ നാശങ്ങൾ, അപമാനങ്ങൾ, അതായത് ഭൂമിക്ക് ദോഷങ്ങൾ വരുന്നതൊക്കെയാണ് പറയുന്നത്. ഭൂമി കാരകനായിട്ടുള്ള ഗ്രഹം ലഗ്നാൽ 5ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലഗ്നാധിപന്റെ 12ാം ഭാവത്തിലാണ് ഭൂമികാരകനായിട്ടുള്ള ചൊവ്വ നിൽക്കുന്നത്. ലഗ്നാധിപൻ തന്നെ അഷ്ടമസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് 6ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. മത്സ്യരാശിയിലാണ് നിൽക്കുന്നത്. മത്സ്യരാശി പറഞ്ഞാൽ അത് മത്സ്യരാശി പറഞ്ഞാൽ മീനൻ രാശി ജലരാശിയും കൂടിയാണ്. അപ്പം ജലരാശിയും കൂടി ആയിരിക്കുന്ന കാരണം കൊണ്ട് അവിടെ കൂടെ നിൽക്കുന്നത് സൂര്യനും ബുധനും, അതായത് ബാധകാധിപനും അതായത് 11ാം ഭാവാധിപനും ബാധകാധിപനുമായിട്ടുള്ള സൂര്യൻ 6ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ 9ാം ഭാവാധിപനും 12ാം ഭാവാധിപനുമായിട്ടുള്ള ബുധൻ നീചം പിടിച്ച് നിൽക്കുന്നുണ്ട്. നീചഭംഗ രാജയോഗം ഉണ്ട് താനും. അതുപോലെ തന്നെ രാഹു നിൽക്കുന്നുണ്ട് ശുക്രന്റെ കൂടെ. അപ്പം ലഗ്നാധിപൻ അഷ്ടമസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് 6ാം ഭാവത്ത് നിന്ന് കഴിഞ്ഞു പറഞ്ഞാൽ രോഗാധിക്യങ്ങൾ ഉണ്ടാകും. ഭൂമിയിൽ ജീവിക്കുന്നവർക്ക് രോഗാധിക്യങ്ങൾ ഉണ്ടാകും. വൈറസ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകും. ഗുളികൻ 3ലാണ് നിൽക്കുന്നത്. അപ്പോൾ വൈറസ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാവും. എന്നിരുന്നാലും അതിലേക്ക് ചെറുത്ത് നിൽക്കുവാനുള്ള കെൽപ്പ് ഭരണാധികാരിയായിട്ടുള്ള സൂര്യൻ നിൽക്കുന്നത് 6ാം ഭാവത്തിലാണ്. കുറച്ച് കഷ്ടപ്പെടുമെങ്കിലും വ്യാഴത്തിന്റെ ദൃഷ്ടിയിൽ ലഗ്നാൽ 7ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് വളരെ ഉചിതകരമായിട്ടാണ്. അപ്പോൾ ലഗ്നാൽ 7ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് കാരണം കൊണ്ട് രോഗങ്ങൾ വരികയാണെങ്കിലും അതിനുള്ള പ്രതിവിധികൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. പ്രതിവിധികൾ ഉണ്ടാവും. 4ാം ഭാവാധിപൻ അതായത് ജനസംബന്ധമായിട്ടുള്ള സമ്പർക്കവും ഭൂമി സംബന്ധമായിട്ടുള്ള നമ്മുടെ പ്ലേസ് സംബന്ധമായിട്ടുള്ള ഗ്രഹവും ഭൂമി കാരകനുമായിട്ടുള്ള ഗ്രഹം 4ാം ഭാവാധിപന്റെ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. 4ാം ഭാവാധിപൻ 5ാം ഭാവത്തിൽ നിൽക്കുന്നത്. 5ാം ഭാവാധിപന്റെ ഭൂമികാരകനായിട്ടുള്ള ചൊവ്വയാണ്. ചൊവ്വ 2ാം ഭാവാധിപനും 7ാം ഭാവാധിപനും കൂടിയാണ് നിൽക്കുന്നത്. ഭൂമികാരകനായിട്ടുള്ളത് നിൽക്കുന്നത്. അപ്പോൾ ജനസമ്പർക്കനായിട്ടുള്ള ശനി 5ാം ഭാവത്തിൽ ഭൂമികാരകനായിട്ടുള്ള യോഗം നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് വർഷകാലം, അതായത് ഈ വർഷം മഴ എങ്ങനെ ഉണ്ടാകും എന്ന് ചോദിച്ചു പറഞ്ഞാൽ കാലാവസ്ഥ അതായത് നമ്മുടെ മൺസൂൺ കാലം, അതായത് മഴക്കാലം എന്ന് പറയുന്നത് ജൂൺ 15 കൂടിയിട്ടാണ് മഴയുടെ ആരംഭം, മൺസൂൺ ആരംഭിക്കുന്നത് എന്നാണ് പറയുന്നത്. വർഷകാലം ആരംഭിക്കുന്നത് അത് യഥാക്രമം ആ സമയത്ത് തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. ലഗ്നാധിപൻ തന്നെ മത്സ്യരാശിയായിട്ടുള്ള 6ാം ജലരാശിയായിട്ടുട്ടുള്ള 6ാം ഭാവത്തിൽ നിൽക്കുന്നത് കാരണം മഴ ഇഷ്ടം പോലെ ഉണ്ടാവും എന്നുള്ളത് കാണുന്നുണ്ട്. വർഷകാലം ഫുള്ളായിട്ട് കാലവർഷം ഫുള്ളായിട്ടുണ്ടാവും എന്നുള്ളതും പറയുന്നുണ്ട്. അതുകൂടാതെ തന്നെ ന്യൂനമർദ്ദം സംബന്ധമായിട്ടുള്ള ഇത് ഉണ്ടാവും. കാരണം ചന്ദ്രന്റെ കേന്ദ്രത്തിലാണ് ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്നത്, അതും ജലരാശിയിൽ. അത് കാരണം ന്യൂനമർദ്ദന സംബന്ധമായിട്ടുള്ള മഴകളും ഇതിൽ കാലവർഷം കൂടാതെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അത് ന്യൂനമർദ്ദം എന്ന് വെച്ച് പറഞ്ഞാൽ ചിലപ്പോൾ വിടാതെ 3, 4, 5 ദിവസങ്ങളൊക്കെ വിടാതെ മഴ പെയ്യാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് പറയുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ പ്രളയ സാധ്യതയെല്ലാം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ജലപ്രളയമൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. മേടൻ രാശിയിൽ വ്യാഴം നിൽക്കുന്നത് കാരണം കൊണ്ടും ജലരാശിയിൽ ലഗ്നാധിപൻ അഷ്ടമസ്ഥാനം ഏറ്റെടുത്ത് നിൽക്കുന്ന കാരണം കൊണ്ടും പ്രളയത്താൽ വന്നിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പക്ഷെ അതിനുള്ള പരിഹാരങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്യാനുള്ള മുൻകൂട്ടലുകൾ എല്ലാം ഉണ്ടാവും. കാരണം വ്യാഴത്തിൻ്റെ ദശയിൽ ലഗ്നത്തിലേക്ക് വരുന്നുണ്ട്. അത് കാരണം കൊണ്ട് അങ്ങനെയെല്ലാം ഉണ്ടാകും എന്നുള്ളത് പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിലും രോഗാധിക്യ സംബന്ധമായിട്ടുള്ള ഇത് വന്നിട്ടുണ്ട്. ഗവൺമെന്റ് സംബന്ധമായിട്ടുള്ള ലെവലിൽ നോക്കുന്ന സമയത്ത് ഗവൺമെന്റ് കാരകനായിട്ടുള്ള ഗ്രഹം 6ാം ഭാവത്തിലാണ്. അപ്പോൾ ഗവൺമെന്റിന് ഭയങ്കര ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ചേർത്ത് നിൽക്കാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ധനസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും, ഫൈനാൻസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും, ഭരണാധികാരികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടാവും എന്നൊക്കെയാണ് ഈ വിഷുഫലത്തിൽ പറയുന്നത്. എന്നിരുന്നാലും അതിനെല്ലാം തരണം ചെയ്ത് കൊണ്ടുപോകാനുള്ള കഴിവ് ഉണ്ടാവും എന്നുള്ളതും വ്യാഴൻ 7ാം ഭാവത്തിൽ വ്യാഴൻ ഇഷ്ടസ്ഥാനത്തിൽ വന്ന് നിൽക്കുന്നത് വളരെ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. അത് കാരണം കൊണ്ട് തന്നെ എന്ത് തന്നെ വന്നാലും അതിനുള്ള പ്രതിവിധികൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് വിഷുപ്പനം വരുന്നത്.
അപ്പോൾ വിഷുഫലത്തിൽ നമുക്ക് ഓരോ നക്ഷത്രക്കാർക്കുള്ള ഫലം എങ്ങനെയുണ്ട് എന്ന് നോക്കാം. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വിഷുഫലത്തിൽ നോക്കുമ്പോൾ വളരെ ഗുണാനുഭവങ്ങൾ വന്ന് ചേരുവാനുള്ളതാണ് കാണുന്നത്. ധനലാഭം, വാഹന ലാഭം, ഭൂമി ലാഭം, വസ്ത്രലാഭം, ആഭരണ ലാഭം, വിവാഹാദി മംഗളകർമ്മങ്ങൾ ഭവനത്തിൽ നടക്കുവാനുള്ള സാധ്യത, ഗവൺമെൻറ് ജോലിക്കുള്ള സാധ്യത, വിദേശ പഠനവും വിദേശ രാജ്യങ്ങൾ കറങ്ങുവാനുള്ള സാധ്യതയും, വിദേശ ജോലി, വിദേശ ഭവനം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കാനുള്ള സാധ്യതയും, അതുപോലെ തന്നെ ചെയ്യുന്ന ജോലികളിൽ വരുമാനം കൂടുതൽ കിട്ടുവാനുള്ള സാധ്യതയും, സാലറികൾ വർദ്ധിക്കുവാനുള്ള സാധ്യതയും, വിദേശ രാജ്യത്തേക്ക് പോകാനായി തയ്യാറെടുത്ത് നിൽക്കുന്നവർക്കെല്ലാം അത് കൈകൂടി വരുവാനുള്ള സാധ്യതയും, സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം അത്യന്താധികമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതയും, അവരവർ ആഗ്രഹിക്കുന്ന മേഖലകളിൽ വന്ന് ചെട്ടുവരുവാനുള്ള സാധ്യതയും, അലോപ്പതി സംബന്ധമായിട്ടുള്ള, മെഡിക്കൽ സംബന്ധമായിട്ടുള്ള, നഴ്സ് സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ മരുന്ന് സംബന്ധമായിട്ടുള്ള വിപണികളിൽ, ഫാർമസ്യൂട്ടിക്കൽ സംബന്ധമായിട്ടുള്ള വിപണികളിൽ ഡോക്ടേഴ്സുമാർക്ക് അങ്ങനെയുള്ളവർക്കെല്ലാം നോക്കുന്ന സമയത്ത് ഗുണാനുഭവങ്ങളുടെ ഒരു കാലഘട്ടം തന്നെ അവർക്ക് തുറന്നു കിട്ടുകയാണ് എന്ന് പറഞ്ഞു വരുന്നത്. വളരെ ഗുണാനുഭവങ്ങൾ വന്ന് ചേരുവാനുള്ള ഒരു അവസരമാണ് ഈ വിഷുഫലത്തിൽ വന്ന് ചേർന്നിരിക്കുന്നത്. വസ്ത്രലാഭം ഉണ്ടാവും, ധനലാഭം ഉണ്ടാവും, വാഹന ലാഭം ഉണ്ടാവും, അതുപോലെ തന്നെ പുതിയ വാഹനങ്ങൾ വാങ്ങിക്കുവാനുള്ള യോഗം ഉണ്ടാവും, അതുപോലെ പുതിയ ഭവനങ്ങൾ വന്ന് വയ്ക്കുവാനും അതിന് കയറി താമസിക്കുവാനുള്ള സാധ്യതയുണ്ടാവും. പഴയ ഭവനങ്ങളെല്ലാം തട്ടി പുതിയ ഭവനങ്ങൾ നിർമ്മിക്കുവാനുള്ള ആലോചനകൾ കൈകൂടി വരും എന്ന് തന്നെ പറയാം. അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും. ബന്ധുമിത്രാദികളെല്ലാം ഐക്യത്തോടുകൂടി കഴിയുവാനുള്ള സാധ്യതയും പുതിയ ബന്ധുക്കൾ വന്നു ചേരുവാനുള്ള സാധ്യതയും എല്ലാം കാണുന്നുണ്ട്. വിദേശ രാജ്യത്തേക്ക് പോയി ധനലാഭം ഉണ്ടാക്കുവാനും വിദേശ പഠനം നടത്തുവാനും വിദേശ പര്യടനങ്ങൾ നടത്തുവാനും അതുപോലെ ദൂരദേശ യാത്രകൾ കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാകുവാനും ഭാഗ്യങ്ങൾ വന്ന് കൈകൂടുകയും ഭാഗ്യവശാൽ ധനം വന്ന് ചേരുവാനുള്ള സാധ്യതകളും ഈ വിഷുഫലത്തിൽ കാണുന്നുണ്ട്. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രത്യേകപരമായിട്ടുള്ള നേട്ടങ്ങളും, രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ധനലാഭങ്ങളും വസ്ത്രലാഭങ്ങളും പദവി യോഗങ്ങളും രാജതുല്യമായിട്ടുള്ള പദവി യോഗങ്ങളും മന്ത്രിസ്ഥാനങ്ങളും സ്ഥാനമാന പദവികളും എല്ലാം കിട്ടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് എന്ന് തന്നെ പറയാം. അതുപോലെ ഗവേഷണങ്ങൾ, ശാസ്ത്രമേഖലകൾ, സയൻസിസ്റ്റ് മേഖലകൾ, സയൻസ് ഫിഷൻ മേഖലകൾ എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും പുതിയ മേഖലകൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നവർക്കും ഗുണകരമായിട്ടുള്ള നേട്ടങ്ങളാണ് കാണുന്നത്. അതുപോലെ തന്നെ മരുന്ന് വിപണികളിൽ, മെഡിക്കൽ സംബന്ധമായിട്ടുള്ള മേഖലകളിൽ പുതിയ മെഡിസിൻ കണ്ടുപിടിക്കുവാനുള്ള സാധ്യതകളെല്ലാം തെളിഞ്ഞു കാണുന്നുണ്ട് ഈ മേഖലയിൽ പെട്ടിരിക്കുന്നവർക്ക്. മെക്കാനിക്കൽ സംബന്ധമായിട്ടും മെഷീനറി സംബന്ധമായിട്ടും ടെക്നോളജി സംബന്ധമായിട്ടും അതുപോലെ ഏത് വാഹനം കാട്ടെ വാഹന സംബന്ധമായിട്ടുള്ള പുതിയ ടെക്നോളജികളെല്ലാം കണ്ടുപിടിച്ച് അതിൽ വിജയസാധ്യതയും പ്രശസ്തികളും പ്രശസ്തിയും വന്നു ചേരുവാനുള്ള സാധ്യതകളും ഇപ്പോൾ ഇവർ കാണുന്നുണ്ട്. സേനാധിപത്യം വഹിക്കുന്ന ജവാന്മാർക്ക് നാവികസേന, കരസേന, വ്യോമസേന എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഗുണാനുഭവങ്ങളും ആരോഗ്യ പുഷ്ടികളും പദവി യോഗങ്ങളും കാണുന്നുണ്ട്. ഗവൺമെൻറ് ജോലികളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗുണാനുഭവങ്ങളാണ് കാണുന്നത്. ഗവൺമെൻറ് ജോലിക്കായി കാത്തിരിക്കുന്നവർക്കും അത് കിട്ടുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഗവൺമെൻറ് ജോലിയിൽ പെട്ടിരിക്കുന്നവർക്ക് സ്ഥാനമാറ്റങ്ങളെല്ലാം ആവശ്യമാണെങ്കിൽ അത് കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അതിൽ നിന്നും അതായത് പദവി യോഗങ്ങൾ, അതായത് ഉള്ള ജോലിയിൽ നിന്നും പ്രമോഷൻ ആവശ്യമാണെങ്കിൽ എന്നല്ല, എല്ലാവരും ആവശ്യമായിട്ട് കണക്കാക്കുന്ന ഒരു കാര്യമാണ്. അവരവർ ആഗ്രഹിക്കുന്ന പദവി യോഗങ്ങൾ കിട്ടുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. വസ്ത്രലാഭം ഉണ്ടാവും, ധനലാഭം ഉണ്ടാവും, വാഹന ലാഭം ഉണ്ടാവും. അതുപോലെ തന്നെ പുതിയ മേഖലകൾ കണ്ടുപിടിച്ച് പുതിയ ബിസിനസ് എല്ലാം സ്റ്റാർട്ടപ്പ് ചെയ്ത് കൂട്ടു ബിസിനസ്സുകളിൽ വിജയം കരസ്ഥമാക്കി ഫ്രണ്ട്ഷിപ്പുകളിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും ഷെയർ മാർക്കറ്റുകളിൽ നിന്നും ഉള്ള വിഹിതങ്ങളെല്ലാം കിട്ടുവാനും ഷെയർ മാർക്കറ്റിൽ വിജയ സാധ്യതകൾ കൈവരിക്കുവാനുള്ള സാധ്യതകളെല്ലാം കണ്ട് കായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം അവരവർ ആഗ്രഹിക്കുന്ന സ്ഥാനമാന പദവികളും അവർക്ക് അംഗീകാരങ്ങൾ കിട്ടുവാനും അതുപോലെ തന്നെ അത് സ്പോർട്സ് സംബന്ധമായിട്ടുള്ള മേഖലകളിലെല്ലാം ഒന്ന് ചെന്ന് പെടുവാനും അതിൽ ജോയിൻ്റ് ചെയ്യുവാനും ടീം അംഗങ്ങളിൽ ചേർന്നെല്ലാം ടീമുകളിൽ ഇടം പിടിക്കുവാനുള്ള സാധ്യതകളെല്ലാം കാണുന്നുണ്ട് എന്നാണ് പറയാം. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വളരെ ഉചിതകരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ വിഷുഫലത്തിൽ വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ മൊബൈൽ സംബന്ധമായിട്ടും കമ്പ്യൂട്ടർ സംബന്ധമായിട്ടും IT സംബന്ധമായിട്ടുള്ള മേഖലകളിൽ ബിസിനസ് ചെയ്യുന്നവർക്കും ജോലി നോക്കുന്നവർക്കും ആ ജോലി പ്രവേശനം ആഗ്രഹിക്കുന്നവർക്കും എല്ലാം ഗുണകരമാണ്. ഈ മൊബൈൽ സംബന്ധമായിട്ടുള്ള ബിസിനസ് ചെയ്യുന്നവർക്കും ലാപ്ടോപ്പ് സംബന്ധമായിട്ടുള്ള ബിസിനസ് ചെയ്യുന്നവർക്കും വൻകിട നേട്ടങ്ങൾ ഉണ്ടാവും ഈ
തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ വർഷത്തിൽ എന്നാണ് പറഞ്ഞു വരുന്നത്. വൻ ധനലാഭങ്ങളും വൻ യോഗങ്ങളും വന്നു ചേരുവാനുള്ള സാധ്യതകളും ഈ വർഷത്തിൽ കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വരവ് ചെലവ് കണക്ക് നോക്കുകയാണെങ്കിൽ വരവ് 2 ചെലവ് 5 അപ്പോൾ അതായത് വരവിനേക്കാൾ ചിലവാണ് കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ വരവ് 2 ചെലവ് 5 കാരണം 5 രൂപ ഉള്ളം കയ്യിൽ 2 കയ്യിലും കൂടി പ്രാർത്ഥിച്ച് കൊണ്ട് മഹാദേവ ശിവക്ഷേത്രത്തിൻ്റെ മുൻ ഭാണ്ഡാരത്തിൽ 5 രൂപ ഇടുകയും പിൻഭാണ്ഡാരത്തിൽ പ്രാർത്ഥിച്ച് 2 രൂപയും ചെയ്തു കഴിഞ്ഞാൽ അത് തല തിരിഞ്ഞു വരുവാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഭാഗ്യം വന്ന് കൈകൂടുവാനും ഭാഗ്യവശാൽ ധനം വന്ന് ചേരുവാനും ഭാഗ്യകടാശങ്ങൾ വന്ന് ചേരുവാനും ധനവർദ്ധനവനകൾ ഉണ്ടാകുവാനും കടബാധയിൽ നിന്ന് മോചനം നേടുവാനും കടങ്ങളെല്ലാം മീട്ടി വരുവാനുള്ള സാധ്യതകളും മനസമാധാനവും സ്വസ്ഥതയും കിട്ടുവാനും സ്വസ്ഥതയില്ലാത്തവർക്കെല്ലാം സ്വസ്ഥത കിട്ടുവാനുള്ള സാധ്യതയും ഇവർക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതയുണ്ട്. നമസ്കാരം.